കോടികളുമായി കൊച്ചിൻ ടസ്കേഴ്സ് തിരിച്ചെത്തുന്നു. കൊച്ചിയുടെ കൊമ്പന്മാർ 14 വർഷം മുമ്പ് കൊച്ചിയിലെ IPL ആരാധകർക്ക് വേണ്ടി, കേരളത്തിലെ IPL ആരാധകർക്ക് വേണ്ടി ഒരു ടീം രൺദേവ് കൺസോർഷ്യം എന്ന പേരിൽ 1560 കോടിക്ക് ടീമെടുത്ത് മുന്നോട്ട് വരുമ്പോൾ വലിയ താരങ്ങളായ ബ്രണ്ടൻ മക്കുല്ലം, അതോടൊപ്പം ജയവർദ്ധന, മുത്തയ്യ മുരളീധരൻ, RP സിംഗ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീശാന്ത്, ഇങ്ങനെയായിരുന്നു ടീം വന്നത്. എന്നാൽ ആദ്യ സീസൺ തന്നെ അവസാനിക്കുകയായിരുന്നു. 14 വർഷം മുമ്പ് കൊച്ചിൻ ടസ്കേഴ്സ് എന്ന ടീം ആദ്യ മത്സരം ചെന്നൈയോടും അവസാനത്തെ മത്സരം ബാംഗ്ലൂരിനോടും കളിച്ച് 8ാം സ്ഥാനത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ വലിയ പ്രസ്താവനകൾ ആ സമയത്തുണ്ടായിരുന്നു. തലതൊട്ടപ്പനായ ലളിത് മോഡിയുമായിട്ടുള്ള ചെറിയ ഭംഗിയും ഒരു പക്ഷേ ആ സമയത്ത് ശശി തരൂരിൻ്റെ ഭാര്യയ്ക്കുള്ള പെർസെൻറ്റേജ് ഷെയറും അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല. എന്നാൽ ആ വർഷം 5000 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ബാങ്കിൽ വേണമെന്നുള്ള റൂള് ബ്രേക്ക് ചെയ്തതിനെ തുടർന്നാണ് ടീമിനെ വിലക്കിയതെന്ന് വാർത്തകൾ വരുന്നു. എന്നാൽ 14 വർഷങ്ങൾക്ക് ഇപ്പുറം ആർബിട്രൽ ട്രിബ്യൂണലിൻ്റെ വകയായി കോടതി വിധി വരുമ്പോൾ 538 കോടി രൂപ BCCI ആർക്ക് കൊടുക്കണം? നമ്മുടെ കൊമ്പന്മാർക്ക് കൊടുക്കണം. എന്നാൽ അതിന് പകരമായിട്ട് ഒരു വർഷം വേണമെങ്കിൽ IPL കളിച്ചോളാം എന്നുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്. കാരണം പൈസ കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പോൾ BCCI നടത്തുന്നുണ്ട്. എത്രത്തോളം പോകുമെന്നുള്ളത് അറിയില്ല. എന്നാൽ പൈസ കിട്ടിക്കഴിഞ്ഞാലും എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു ലിസ്റ്റ് അങ്ങോട്ട് വായിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. കാശ് ടസ്കേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന താരങ്ങൾക്ക് പറയുന്ന തുക കൊടുക്കാതെ മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അന്ന് കളിച്ചവർക്ക് 35% പൈസ ഇനിയും കൊടുക്കാനുണ്ടെന്ന് 1-2 പേരെല്ലാം ഇതിനകത്ത് ട്വീറ്റും ഇൻ്റർവ്യൂലൊക്കെ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. മഹേള ജയവർദ്ധന 6.8 കോടി രൂപ, മുത്തയ്യ മുരളീധരൻ 4.98 കോടി, രവീന്ദ്ര ജഡേജ 4.3 കോടി, ശ്രീശാന്തിനും കൊടുക്കാനുണ്ട് 4.08 കോടി, RP സിംഗ് 2.26, ബ്രണ്ടൻ മക്കുല്ലം 2.15, ബ്രാഡ് ഹോഡ്ജ് 1.92, VVS ലക്ഷ്മൺ 1.81. ഇപ്പോൾ ഇവർ വെറുതെ വീട്ടിലിരുന്നാലും കാശ് കിട്ടുന്ന പരിപാടിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ കാശ് കൊടുക്കാതെ ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള 2 ടീമുകൾ ലക്നൌവും എല്ലാം വരുന്ന സമയം ഏകദേശം 5000 മുതൽ 7000 കോടി വരെയാണ് ഒരു ടീമിന് വേണ്ടി മുടക്കുന്നത്. അപ്പോൾ ഈ 538 കോടിക്ക് ഒരു സീസൺ കളിക്കാൻ പറ്റിയാൽ നല്ലതാണോ നല്ലതല്ലേ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ടീം തിരിച്ചു വരുമോ? കാത്തിരിക്കാം. കൊച്ചിക്ക് വേണ്ടി കൈയടിക്കാൻ കൊച്ചിൻ ടസ്കേഴ്സിന് വേണ്ടി ആരൊക്കെ വരുമെന്നുള്ളത് നോക്കിയിരിക്കാം. വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ. ഓൾ ദി ബെസ്റ്റ്.